നിൽക്കേണ്ടവരും മാറി നിൽക്കുമ്പോഴും യോസഫേ, ഓ നിന്നെ കണ്ടൊരു ദൈവം ഉണ്ടടാ, നിന്നെ കണ്ട ഒരു ദൈവം ഉണ്ടടാ. ഓ ജീസസ്, നിന്നെ അറിഞ്ഞൊരു ദൈവം ഉണ്ടടാ. അടിത്തറകൾക്കകത്ത് കിടക്കുന്ന യോസഫേ, നിന്റെ ഹൃദയം അറിഞ്ഞൊരു ദൈവമുണ്ടടാ. ശക്കൽക്കനാഥ രക്ഷിമന ഘടകർക്കതര ഷുഡസ്തനാഥ രസ്തേ രകൽക്കനാഥ രക്തിമന ഗന്ധോർ കൂടിയ ലഗന്ധനാഥ രക്ഷമന ഹസ്കന്ധന. ചിലതെല്ലാം ഇന്ന് ആരാധനയ്ക്കകത്ത് പൊട്ടുകയാണ്. ഇന്ന് ചിലതെല്ലാം വിടുവിക്കപ്പെടുകയാണ്. ചില കോട്ടകളെല്ലാം ഉടയുന്ന പകലാണ്. ചില ബന്ധനങ്ങളെല്ലാം അഴിയുന്ന പകലാണ്. ചില ഇരുമ്പോടാമ്പൽ ഖണ്ഡിക്കുന്ന പകലാണ്. താമ്രവാതിൽ ഉടയുന്ന പകലാണ്. പിശാചിന്റെ കെണികൾ കത്തുന്ന പകലാണ്. ദുഷ്ടന്റെ ആധിപത്യങ്ങൾ എരിയുന്ന പകലാണ്. ഓ അപ്പക്കാരനും പാനപാത്രവാഹകനും രണ്ടുപേരും കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് യോസഫ് എന്ന ഭക്തനും കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. ആമേൻ. യോസഫ് എന്ന ഭക്തനും കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ പ്രതികൂലങ്ങൾ നടുവിലാണ് കിടക്കുന്നത്. രണ്ടുപേർ വെവ്വേറെ സ്വപ്നം കണ്ടു. രണ്ടുപേർ വെവ്വേറെ സ്വപ്നം കണ്ടു. പാനപാത്രവാഹകൻ കണ്ടത് ഒരു സ്വപ്നം, അപ്പക്കാരൻ കണ്ടത് മറ്റൊരു സ്വപ്നം. രണ്ടുപേരും ഒറ്റ രാത്രിയിൽ വെവ്വേറെ സ്വപ്നങ്ങൾ കണ്ടു. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്വപ്നങ്ങൾ കണ്ടു. സ്വപ്നം വ്യാഖ്യാനിക്കാൻ ജയിലറക്കകത്ത് കാരാഗ്രഹത്തിനകത്ത് ആരുമില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു പുരുഷൻ, ആമേൻ, ഇതിനകത്ത് ആത്മാവിന്റെ ഒരു സാന്നിധ്യം, ആത്മാവിന്റെ ഒരു സാന്നിധ്യം, ആത്മാവിന്റെ ഒരു സാന്നിധ്യം. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഓ ശകത്തനാഥ രക്ഷിമന ഘടകർക്കതര ക്ഷമാന ഘടകർക്കതര ശൂടസ്തമന ഹസ്കോറിയ ലഗന്ധനാഥ രക്തിത്തര ഗന്ധരേതര രുടസ്തമന ഹസ്കോറിയ ലഗന്ധന ജരക്ഷമന ഹസ്കന്ധനാഥ രക്തിത്തമന ഗന്ധരേതര. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. ആമേ. ആരുമില്ലാതിരിക്കുമ്പോൾ രണ്ടുപേരുടെയും സ്വപ്നം വ്യാഖ്യാനിക്കാൻ യോസഫ് ഓരോ സ്വപ്നവും വ്യാഖ്യാനിച്ചു കൊടുത്തു. യോസഫ് എന്ന ദൈവിക ജ്ഞാനമുള്ള, ദൈവിക വെളിപ്പാടുള്ള, ദൈവിക അഭിഷേകമുള്ള, ദൈവിക പരിജ്ഞാനമുള്ള, ദൈവിക വരമുള്ള യോസഫ് എന്ന ഭക്തനും അതിനകത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. രണ്ടുപേരുടെയും സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. രണ്ടുപേരുടെ സ്വപ്നം പോലെ തന്നെ സംഭവിച്ചു. സമയം പറഞ്ഞതുപോലെ തന്നെ അവർ രണ്ടുപേരും രണ്ടുപേരുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചു. എന്നാൽ ഒരുത്തനോട് യോസഫ് പറഞ്ഞു വിടും, കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട്, നീ പുറത്തിറങ്ങുമ്പോൾ എന്നെ മറക്കരുത്, എന്നെ നീ പുറത്ത് കൊണ്ടുവരണം. നീ പുറത്ത് വരുമ്പോൾ, നീ പുറത്ത് വരുമ്പോൾ എന്നെ മറക്കരുത്, എന്നെ നീ നീ പുറത്ത് വരുമ്പോൾ എൻ്റെ കാര്യം അവിടെ ബോധിപ്പിക്കാൻ നീ മറക്കരുത്, എന്നെ നീ രക്ഷിക്കണമെന്ന് പറഞ്ഞ് യോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ ആമേ സ്വത്രം ഒരുത്തനോട് പറഞ്ഞയക്കും. അവൻ പുറത്തു വന്ന് മറന്നുപോയി. അവൻ മറന്നുപോയി. ഓ യോസഫേ, അവൻ നിന്നെ മറന്നത് നല്ലതടാ. നിന്നെ അവൻ നിന്റെ പേര് പറഞ്ഞെങ്കിൽ നീ അവൻ്റെ ബാക്കിലേ നിൽക്കുള്ളായിരുന്നു. എന്നാൽ അവൻ നിന്റെ പേര് പറയാൻ മറന്നപ്പോൾ നിന്റെ പേര് ഓർത്ത ഒരു സ്വർഗമുണ്ടടാ. ഓ ആരെല്ലാം നിന്റെ പേര് പറയാൻ മറന്നാലും നിന്റെ പേര് പറയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പേരിനെ അറിയുന്ന ഒരു ദൈവം, നിന്റെ പേരിനെ അറിയുന്ന ഒരു ദൈവം. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേൻ. എടാ, നീ എൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ പുറകെ നിൽക്കുള്ളായിരുന്നു. നീ എന്നെ ഒരിക്കലും സ്വത്രം മുന്നോട്ട് വിടുകയില്ലായിരുന്നു. നീ എന്നും പറയുമായിരുന്നു, നീയാണ് എന്നെ പുറത്ത് കൊണ്ടുവന്നതെന്ന്. എന്നാൽ എന്നെ സർവശക്തനാകുന്ന ദൈവം ഒരു ദിവസം ഓർത്തു. ഇന്ന് ഇതിനകത്തെ ചില മക്കളെ എൻ്റെ ദൈവം ഓർക്കയാ. ഇതിനകത്തിരിക്കുന്ന പൈതലേ, നിന്നെ എൻ്റെ ദൈവം ഓർക്കയാ. നിന്നെ ദൈവം ഓർക്കയാ. സ്തോത്രം. നിന്നെ ഓർക്കുന്ന ഒരു ദൈവമായിരുന്നു. ഇതിനകത്ത് നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ഓർക്കുന്ന ദൈവം, മറക്കുന്ന ദൈവമല്ല. മറക്കുന്ന ദൈവമല്ല, ഓർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഓർക്കുന്ന ദൈവം, മറക്കുന്ന ദൈവമല്ല. ഓ സ്തോത്രം. തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല യോസഫേ. നീ തീയിലാണോ കുരുത്തത്? വെയിലത്ത് വാടുന്നതല്ലടാ നീ. നീ കുഞ്ഞിലെ ഒരു ദർശനം കണ്ടിട്ടുണ്ടോ? നീ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ അപ്പൻ്റെ അമ്മയുടെ വീട്ടിനകത്ത് വെച്ച് നീ ഒരു ദർശനം കണ്ടിട്ടുണ്ടോ? പക്ഷെ നിനക്കെതിരെ ആരെല്ലാം എഴുന്നേറ്റ് നിന്നാലും ശരി, ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തിയതെങ്കിൽ
ദൈവമാണ് നിനക്ക് ദർശനം തന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ പുറത്തെടുത്തതെങ്കിൽ, യോസഫേ, ഒരു ചങ്ങലയ്ക്കും ഒരു കാരാഗ്രഹത്തിനും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഓ ജീസസ്, നിന്നെ പുറത്തെടുത്തത് ദൈവമാണെങ്കിൽ, ഓ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെതാണെങ്കിൽ, യോസഫേ നീ ക്രിസ്തുവിൽ സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ, ജീസസ് ഹല്ലേലൂയ. കണ്ട യോസഫ് സ്വപ്നം കണ്ട അന്ന് മുതൽ പ്രതികൂലം തുടങ്ങി, പ്രശ്നം തുടങ്ങി, പ്രതിസന്ധി തുടങ്ങി. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ മാത്രമേ ജീവിതത്തിനകത്തുള്ളൂ, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വത്രം. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ മുന്നോട്ട് പോകുമ്പോഴും സ്വത്രം, സ്വർഗത്തിലെ ദൈവം യോസഫിന് വെളിപ്പെടുത്തി കൊടുത്ത ചില വെളിപ്പാടുകളുണ്ട്. സ്വത്രം. ഇത് അപ്പനോട് പങ്കുവയ്ക്കുമായിരുന്നു. അപ്പന് യോസഫിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, യോസഫ് ഓരോ ഘട്ടങ്ങളിലൂടെ പോകുമ്പോഴും അവനോടൊപ്പം ദൈവം ഇരുന്നു. നമ്മളോടൊപ്പം ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഇല്ലെങ്കിൽ വീണോ, തകർന്നോ, കരഞ്ഞോ? ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ, മറ്റാരും ഇല്ലെങ്കിലും ദൈവം നിനക്ക് തന്നത് യോസഫേ, അത് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നടന്നിരിക്കും. കണ്ടു. എന്തോന്നാ കണ്ടേ? എല്ലാവരും വന്ന് തൻ്റെ മുൻപിൽ വീഴുന്നതാണ് സ്വപ്നത്തിൽ കണ്ടത്. കളങ്കമില്ലാത്ത മനസ്സ് അപ്പനോട് പറഞ്ഞു, അപ്പാ ഞാനിതാണ് കണ്ടത്. സ്വത്രം. നീ എന്തോന്നടാ പറയുന്നത്? ഇത് സഹോദരന്മാരോടും പറഞ്ഞു. അന്നു മുതൽ സഹോദരന്മാർക്ക് അവനോട് സ്വത്രം പകയായി, വിരോധമായി. പക്ഷേ മനുഷ്യൻ പകച്ചപ്പോഴും വിരോധം കാണിച്ചപ്പോഴും കൂടെ നിന്ന് താങ്ങി ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ദർശനത്തിൻ്റെ പൂർത്തീകരണ സമയത്തോടടുക്കുമ്പോൾ ദേശത്ത് വലിയൊരു ക്ഷാമം വരുന്നു. ദർശനത്തിൻ്റെ പൂർത്തീകരണത്തോടടുക്കുമ്പോൾ ദേശത്ത് വലിയൊരു ക്ഷാമം വരുന്നു. ക്ഷാമത്തിൻ്റെ നടുവിൽ ദർശന പൂർത്തീകരണത്തിനായിട്ട് സ്വത്രം ആരാണോ ദർശനം കണ്ടത്, ആരെയാണോ സ്വത്രം കർത്താവ് സ്വത്രം മറ്റുള്ളവരുടെ നടുവിൽ കാണിച്ച സ്വപ്നത്തെ വെളിപ്പെടുത്തി അതേ പദവിയിൽ നിർത്തുന്നത് കാണേണ്ടത്, അവനെ തന്നെ നിർത്തേണ്ടടുത്ത് ദൈവം നിർത്തുകയാണ്. അവൻ്റെ അടുക്കൽ തന്നെ വരണം. അങ്ങനെ ഭക്ഷണത്തിന് നിർവാഹമില്ലാതെ ക്ഷാമത്തിൻ്റെ നടുവിൽ യാക്കോബും കുടുംബവും ഇരിക്കുമ്പോൾ യാക്കോബിൻ്റെ എല്ലാ മക്കളെയും ഓരോ മക്കളെയായിട്ട് ചില മക്കളെ ചേർത്ത് അങ്ങോട്ട് അയക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി. ഹല്ലേലൂയ. അപ്പൻ്റെ കൂടെ ചില മക്കളെ ആക്കിയിട്ട് ചില മക്കളെയും കൊണ്ട് അങ്ങ് പോവുകയാണ്, യാത്ര ചെയ്ത് പോവുകയാണ്. അവിടെ ആദ്യം പോയപ്പോഴേ യോസഫിന് അറിയാം, ഇത് എൻ്റെ സഹോദരങ്ങളാണ്. അവർക്കാർക്കും യോസഫിന് ആദ്യം പിടികിട്ടിയില്ല. പക്ഷെ യോസഫിന് ആദ്യമേ പിടികിട്ടി. യോസഫിന് മനസ്സിലായി, വർഷങ്ങൾക്ക് മുൻപ് ദൈവം എനിക്ക് കാണിച്ചു തന്ന ആ ദർശനങ്ങൾ, ആ വെളിപ്പാടുകൾ സാക്ഷാത്കരിക്കപ്പെടാൻ അത് അവധി നിശ്ചയിച്ചിരുന്നു. അത് നടക്കാൻ സമയമായി. യോസഫിന് മനസ്സിലായി. ഹല്ലേലൂയ. പലതവണയും അവർ വരുന്നു, ഭക്ഷണം കൊണ്ടുപോകുന്നു. സ്വത്രം. ഏറ്റവും ഇളയ മകനാണ് ബെന്യാമിൻ. അവനെ അപ്പൻ വിടുന്നില്ല. സ്വത്രം. യോസഫ് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരു കൊച്ചനുജനുണ്ടല്ലോ, അവനെന്താ കൊണ്ടുവരാത്തേ? അപ്പം പറഞ്ഞു, എൻ്റെ അപ്പൻ ഇത്ര മക്കൾ, അതിലൊരു മകൻ ഇപ്പോഴില്ല. അതാരെക്കുറിച്ചാണ് പറഞ്ഞേ? സ്വത്രം. നെടുന്തൂണായി നിൽക്കുന്ന യോസഫിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, യജമാനനെ, എൻ്റെ അപ്പൻ്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു. അമ്മാനറിയാം എന്നെക്കുറിച്ചാണ് ഇവർ പറയുന്നതെന്ന് ആർക്കറിയാം? യോസഫിന് നല്ലവണ്ണം അറിയാമായിരുന്നു എന്നെക്കുറിച്ചാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് അറിയാമായിരുന്നു. ദൈവത്തിന് സ്വത്രം. യോസഫ് പറഞ്ഞു, അടുത്ത് വരുമ്പോൾ ബെന്യാമിനെയും കൊണ്ടുവരാവോ? യജമാനനെ, അങ്ങനെ പറയരുതേ. സ്വത്രം. ശിമയില്ല, ബെന്യാമിനുമില്ല. ഒരു സഹോദരൻ, എൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ അപ്പൻ മരിച്ചു പോകും. അയ്യോ, അവനെ കുഞ്ഞിനെ വിടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞില്ല, നീ ഇനി അടുത്ത് വരുമ്പോൾ ആരെയും കൊണ്ടുവരണം. അതിന് വരെ ഒരുത്തനെ പിടിച്ച് അവിടെ ഇട്ടു. ആരെ കൊണ്ടുവരാൻ? ബെന്യാമിനെ കൊണ്ടുവരാൻ വേണ്ടി. സ്വത്രം. അതിനു വേണ്ടിയുള്ള എല്ലാം യോസഫ് ഒരുക്കി. അവസാനം എല്ലാ മക്കളെത്തുമ്പോൾ യോസഫ് എല്ലാവരും അടുത്ത്
വയസ്സ് പ്രായഭേദം, ഒന്നാമൻ തുടങ്ങി ലാസ്റ്റ് അറ്റം വരെ ഉള്ളവരെ വളച്ചിരുത്തി. അറിഞ്ഞില്ല. പക്ഷെ യോസഫിനറിയാം, ഇതാ ഒന്നാമത്തവൻ, ഇതാ രണ്ടാമത്തവൻ, ഇതാ മൂന്നാമത്തവൻ, ഇതാ നാലാമത്തവൻ, ഇതാ അഞ്ചാമത്തവൻ. എല്ലാവരെയും യോസഫ് വളർച്ചിരുത്തി. ഉൽപ്പത്തി 40-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 8 മുതൽ അങ്ങോട്ട് വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന, നേരത്തെ പുറപ്പാടെടുത്തു, അതങ്ങനെ വെച്ചിട്ട് ഇത് വായിച്ചേ. അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, അത് എന്നോട് പറവിൻ എന്ന് പറഞ്ഞു. യോസഫ് പറഞ്ഞു, എന്നോട് പറ. അപ്പോൾ പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസഫിനെ തന്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത്, എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളിയിൽ എന്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്, അത് തിളിർത്തു പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോന്റെ പാനപാത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ചു, ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു, പാനപാത്രം ഫറവോന്റെ കയ്യിൽ കൊടുത്തു. യോസഫ് അവനോട് പറഞ്ഞത്, അതിന്റെ അർത്ഥം ഇതാകുന്നു, 3 കൊമ്പ് 3 ദിവസം 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ, യോസഫ് പറഞ്ഞു, മോനെ നീ ശുഭമാകാൻ പോകുകയാ, പക്ഷെ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത്. നമ്മൾ വിചാരിക്കും, നമ്മളെ പലരും ഓർക്കുമെന്ന് വിചാരിക്കൂല്ലേ? സത്യത്തിൽ അവർ ഓർക്കാതിരുന്ന് ദൈവം ഓർക്കുന്നതാണ് നല്ലത്. സ്വത്രം. മനുഷ്യൻ്റെ ഓർമ്മയ്ക്കും എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലേ? പക്ഷെ ദൈവം ഓർത്താൽ അത് ഓർത്തത് തന്നെ. ദൈവമാണ് ഒരാളിനെ ഓർത്താൽ അത് ഓർത്തത് തന്നെയാണ്. ഒന്നുകൂടെ വായിച്ച വരി. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത്. നീ ഇന്ന് ഈ കാരാഗ്രഹത്തിനകത്താണ്, പക്ഷെ മോനെ നീ ശുഭമാകാൻ പോയാ. ഇന്ന് നീ കെട്ടപ്പെട്ട ആളാ, പക്ഷേ നിനക്കൊരു ശുഭം വരാൻ പോകുന്നു. നീ ഇന്ന് തീച്ചുളക്കകത്ത, മാനസികമായും ശാരീരികമായും ആത്മീകമായും സ്വത്രം തകർന്ന് രോഗത്തോടും ഭാരത്തോടും പ്രയാസത്തോടും കടപ്പാരത്തോടും ബുദ്ധിമുട്ടോടും കണ്ണുനീരോടും ഒറ്റപ്പെടലോടും ഞരക്കത്തോടും പ്രതീക്ഷിക്കുന്ന ഒന്നും നടക്കുന്നില്ലല്ലോ കർത്താവ് എന്ന് നീ കാരാഗ്രഹത്തിൻ്റെ അകത്തിരിക്കുമ്പോഴും സ്വർഗത്തിൽ ദൈവം പറയും, മക്കളെ ഞാൻ നിന്നെ ശുഭത്തോടെ പുറത്ത് കൊണ്ടുവരും. നീ ഇന്ന് കാണുന്നില്ലേ കണ്ണുനീര്, ഇന്ന് അപ്പം ഇരിക്കുന്നില്ല വേദന, നീ ഇന്ന് താങ്ങാൻ പറ്റാതെ നടക്കുന്നില്ല ഈ ഭാരം. നിന്റെ ചുമലിൽ നിന്ന് ഞാൻ മാറ്റും, മക്കളെ, നിന്റെ ചുമലിൽ നിന്ന് ഞാൻ മാറ്റും. ആമേൻ. താങ്ങാൻ പറ്റാത്ത പരീക്ഷ ഞാൻ നിനക്കിടത്തില്ല. താങ്ങാൻ പറ്റാത്ത പരീക്ഷ മോനെ കുഞ്ഞെ, താങ്ങാൻ പറ്റാത്ത പരീക്ഷ ഞാൻ നിനക്കിടത്തില്ല. പരീക്ഷയോടുകൂടെ ഞാൻ നിനക്ക് നീക്ക് പാക്കും. ആമേൻ. പരീക്ഷയോടുകൂടെ ഒരു നീക്ക് പോക്കും ദൈവം തരും. പരീക്ഷ വന്നോ പേടിക്കണ്ട, ഒരു നീക്ക് പോക്കും. കടഭാരമാണപ്പാ, തീർന്നു. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. മുൻപോട്ട് നോക്കുമ്പോൾ ചെങ്കടൽ, വലത്തോട്ട് നോക്കുമ്പോൾ പ്രതികൂലം, ഇടത്തോട്ട് നോക്കുമ്പോൾ പ്രതികൂലം, ബാക്കിലോട്ട് നോക്കുമ്പോൾ പിന്തുടരും പിടിക്കും. കൊള്ള പങ്കിടുമെന്ന് പറവോനെ ശക്തി. അപ്പാ ഞാൻ എങ്ങോട്ട് പോകണമെന്ന് നീ പതർ നിൽക്കുമ്പോൾ, വേദനയോടെ നിൽക്കുമ്പോൾ, അവിടെയും നിന്റെ കരത്തിന്റെ പുറത്ത് ഒരു കരം വരും. ആമേൻ. ആ കരം ഒരു മനുഷ്യന്റെ കരമല്ല, അത് എൻ്റെ ദൈവത്തിന്റെ. ഒന്നുകൂടെ വായിച്ചേ. നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് ശുഭമായിരിക്കും. ഇന്ന് പ്രശ്നങ്ങളാണ്, ഇന്ന് ഒറ്റപ്പെടലാണ്. പക്ഷേ മുൻപിലും പിൻപിലും ഇടത്തും വലത്തും പ്രതികൂലം നിൽക്കുമ്പോൾ മോശയുടെ കയ്യിൽ ഒറ്റ വടിയേ ഉള്ളൂ. എല്ലാവരും നോക്കുമ്പോൾ അത് ഉണങ്ങിയ വടിയാണ്.
ഓ, ഇവൻ്റെ ഒരു വടിയും കൊണ്ട് നടക്കുന്നു ഒരുപക്ഷെ ഇവരൊക്കെ ചിന്തിച്ചിരിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 63-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. അപ്പം 3-ാമത്തെ വാക്യമായല്ലേ? പുറപ്പാട് ഒരു വശത്തിരിക്കുന്നു, അടുത്തതിരിക്കുന്നു. സ്തോത്രം. അടുത്തേ വായിച്ചേ, 63-ന്റെ 12 വായിച്ചേ. തന്റെ മഹത്വമുള്ള ഭുജം, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ, മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. കണ്ടോ, ആരുടെ കൈയായിരിക്കുന്നേ? ആരുടെ കൈയാ വലം കൈയുടെ പുറത്ത് ഇരിക്കുന്നേ? എൻ്റെ ദൈവത്തിൻ്റെ വലം കൈ ആരുടെ കൈയിൽ മേലെ ഇരിക്കുന്നേ? ദൈവത്തിൻ്റെ കൈ മോശയുടെ കൈമേൽ. വടിയല്ല മാത്രമല്ല അവിടെ കണ്ട, പിന്നെ വെളിപ്പാടുള്ളവൻ കാണും ഒരു കരം. വെളിപ്പാടുള്ളവൻ, ഓ ജീസസ്, വെളിപ്പാടുള്ളവൻ കാണും ഒരു കരം. വെളിപ്പാടുള്ളവൻ കാണും. അഭിഷേകമുള്ളവൻ മേഘം കാണും. അഭിഷേകമുള്ളവൻ കൈപ്പത്തി കാണും. അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹാവിന്റെ മുമ്പേ ഓടാൻ ചിലത് ആത്മാവിൽ കാണും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് മഹത്വം. ഇവിടെ ഇതാ മോനെ, നീ ശുഭതയോടെ പുറത്തു വരുവടാ. ഈ ചെങ്കടലിലുണ്ടല്ലോ, ഈ ഇസ്രായേൽ ജനം മുഴുവനും ഇവനിനി എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് പിറുപിറുക്കിയ ബാക്കിൽ നിന്ന്. മോനെ, ഇവർക്ക് കാണാൻ പറ്റാത്തൊരു കരം നിന്റെ വടിയുടെ പുറത്തുണ്ട്. അതിവർക്ക് കാണാൻ പറ്റുന്നില്ല. ആ കരം അഗ്നി ജ്വാലയ്ക്കൊത്ത വെള്ളോട് സസ്യമായ മാറത്ത് പൊൻകച്ച കെട്ടിയ മാനവജാതിക്ക് വേണ്ടി ആണിയടിക്കാൻ വിട്ടുകൊടുത്ത യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുവായവന്റെ കൈയാത്രേ. ആ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദം ആയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കരം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം വ്യത്യസ്തമായ ഭാരത്തോടെ. ദൈവമേ, ഈ കടം എന്നെ മുക്കി കൊല്ലാനാണോ? ഈ കട്ടത എന്നെ മുക്കി തകർക്കാനാണോ? ഈ രോഗം എന്നെ മുക്കി തകർക്കാനാണോ? ഈ കണ്ണുനീര്, ഈ ഒറ്റപ്പെടലിനെ മുക്കി തകർക്കാനാണോ? ദൈവമേ, അടികൊണ്ട് ഏറ്റ് ഉപദ്രവേറ്റ് ഞാൻ തകർന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, എന്നെ മുക്കി തകർക്കാനാണോ? എൻ്റെ ദൈവമേ, ഈ രോഗത്തിന് ഒരു ശമനമില്ലയോ? ഈ ഭാരത്തിന് ഒരു മാറ്റമില്ലയോ? എൻ്റെ തലമുറകൾക്കൊരു വഴി തുറക്കയില്ലയോ? എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവെ ഒരു അനുഗ്രഹമായി കാണാൻ പറ്റുകയില്ലയോ? എൻ്റെ കുടുംബത്തിനകത്തൊരു മാറ്റം വരികയില്ലയോ? കർത്താവെ, ഈ ജപ്തി ഒന്ന് നീങ്ങുകയില്ലയോ? ഈ ലോണൊന്ന് മാറുകയില്ലയോ? ഈ കർത്താവെ പ്രശ്നങ്ങൾ നീങ്ങുകയില്ലയോ? എനിക്ക് അപ്പനായി ജീവിക്കാൻ ആഗ്രഹമുണ്ടപ്പാ, അതിന് കഴിയുകയില്ലയോ? എൻ്റെ കുടുംബത്തിനകത്ത് നീ മദ്യം മാറുകയില്ലയോ? ഈ പാവ വഴി പോവുകയില്ലയോ? കുടുംബമായി ദൈവമേ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതാകുമോ? എൻ്റെ ദൈവമേ, ദൈവഹിതം ഞങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുകയില്ലയോ എന്ന് പതറിക്കൊണ്ടിരിക്കുമ്പോഴും പൈതലെ, ഒരു ശുഭത തരുന്നൊരു ദൈവം നിന്റെ ഈ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഏതവസ്ഥയിലും കാണുന്ന കണ്ണ് തുറന്നിരിക്കുകയാണ്. അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ കണ്ണ് എത്ര വല കൊണ്ടും തുണി കൊണ്ടും അടച്ചാലും എൻ്റെ പ്രാണപ്രിയൻ്റെ കണ്ണ്, പ്രാണപ്രിയൻ്റെ കണ്ണ് ആർക്കും അടയ്ക്കാൻ പറ്റുന്ന കണ്ണല്ല. ജീസസ്. ആ കരം എന്ത് ചെയ്തിട്ടില്ല? കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം നിന്റെ കരച്ചിലിൻ്റെ ശബ്ദം, ഇസ്രായേൽ മക്കളുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് മോശെ പറഞ്ഞയച്ച ദൈവം, അവസാനം വരെ നിർത്തിയ ദൈവം, കണ്ണുനീര് കണ്ട് മാറിപ്പോകുന്ന ദൈവമല്ല. അലറുന്നവരുടെ അലർച്ച കേട്ട് സ്വത്രം പൊയ്ക്കോ, നീ തകർന്നോ എന്ന് പറയുന്ന ദൈവമല്ല. അടുത്തിറങ്ങി വരുന്ന ദൈവം ഇതാ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്വത്രം. ആ കരത്തിൻ്റെ പുറത്ത് വടി മാത്രമേ മനുഷ്യൻ കണ്ടുള്ളൂ. എന്നാൽ അവർക്ക് കാണാൻ പറ്റാത്തത് സ്വത്രം ഒന്നുണ്ടായിരുന്നു. അതത്രേ ദൈവത്തിൻ്റെ കരം. അതെന്നെ ദൈവത്തിൻ്റെ കരമായിരുന്നു. ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി. കടൽ രണ്ടായി. അവരപ്പുറത്ത് വന്നു. പ്രതികൂലം രണ്ടായി, പ്രശ്നം രണ്ടായി, പ്രതിസന്ധി രണ്ടായി. ഈ പ്രതികൂലത്തിനകത്ത് രണ്ടാക്കി യഹോവ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുമ്പോഴും അവരെ പിന്തുടർന്ന് വന്ന പാരമ്പര്യത്തിൻ്റെ തായ് വേരുകളെ കണ്ട ദൈവത്തിൻ്റെ കണ്ണുകൾ പ്രഭാതയാമത്തിൽ
ശുഭത വരുത്താൻ, ശുഭത വരുത്താൻ, ശുഭത വരുത്താൻ ഈ പ്രഭാതയാമത്തിൽ, പുറപ്പാട് പുസ്തകം 14:24 പ്രഭാതയാമത്തിൽ യഹോവയുടെ കണ്ണ് വായിച്ചേ. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. ആരെ നോക്കി? ഇവരെ പിന്തുടരുന്ന മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. ആരെ നോക്കി? ഇവരെ പിന്തുടരുന്ന മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. ജീസസ്, ആമേൻ. ലോകത്തിലുള്ള ആരും നോക്കാത്ത സ്ഥാനത്ത് അനേകർക്ക് ഈ പിശാചിൻ്റെ മണ്ഡലങ്ങൾ വെളിപ്പെടാണ്ടിരിക്കുമ്പോൾ സകലവും നഗ്നവും മലർന്നതുമായി കാണുന്ന അഗ്നിയുടെ കണ്ണുകൾ പിശാചിൻ്റെ സകല പദ്ധതികളെ കണ്ടിട്ട് പ്രഭാതയാമത്തിൽ ഇരുട്ട് നീങ്ങി, ആ പ്രതിസന്ധി നീങ്ങി, ആ പ്രതികൂലം നീങ്ങി, ആ ഞരക്കം നീങ്ങി. ആ പ്രഭാതയാമത്തിൽ കഴിഞ്ഞ ദുഃഖങ്ങൾ, കഴിഞ്ഞ വേദനകൾ, കഴിഞ്ഞ ഒറ്റപ്പെടലുകൾ, കഴിഞ്ഞ പിറുപിറുപ്പുകൾ, കഴിഞ്ഞ ഞരക്കങ്ങൾ, കഴിഞ്ഞ തകർച്ചകളെ മാറ്റാൻ ആ പ്രഭാതയാമത്തിൽ ഒരുവൻ അവിടെ അങ്ങോട്ട് ഇറങ്ങിയതാരാ? സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. കരടിച്ചേ, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താനന്ദം. മോശയുടെ കൂടെ വന്ന ജനത്തിനും മോശയ്ക്കും ശുഭത വരുത്തുവാൻ, അങ്ങനെ ശുഭത വരുത്തുവാൻ, വിട്ടുനിൽക്കുവാൻ, അപ്രതികൂലം എന്ന ഇരുട്ട്, അപ്രശ്നം എന്ന ഇരുട്ട്, അപ്രതിസന്ധി എന്ന ഇരുട്ടിനെ തകർത്തിട്ട് ഒരു പ്രഭാതം, അപ്രഭാതയാമത്തിൽ യഹോവയാകുന്ന ദൈവം അവിടെ അങ്ങോട്ട് ഇറങ്ങി. എന്നും കണ്ണുനീരല്ല, എന്നും വേദനയല്ല, എന്നും ഭാരവുമല്ല. ഈ പ്രതിസന്ധി എന്നും കാണുകയുമില്ല. ജീസസ്. പക്ഷേ ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ എന്ത് ചെയ്യില്ലേ? മറക്കരുത്. സ്വത്രം. ദൈവത്തെ എന്ത് ചെയ്യില്ലേ? മറക്കരുത്. ദൈവം ആ ഇസ്രായേൽ മക്കളെ അപ്പുറത്തെത്തിച്ചു. സ്വത്രം. ദൈവം നമ്മളെയും എത്തിക്കാനെടുത്ത് എത്തിക്കും. പതറല്ലേ. സ്വത്രം. വ്യത്യസ്തമായ വിഷയത്തോടെ ഇതിനകത്തിരിക്കുന്നവരുണ്ട്. ഞാൻ പറയാം, ഓരോരുത്തരോടും പറയാം, വ്യക്തിപരമായിട്ട് ഞാൻ പറയാം. പതറല്ലേ. ഒരു ശുഭതയുണ്ട്. ഏത് തീക്കകത്തോടെ പോകുമ്പോഴും ആ തീച്ചൂളക്കകത്തും നീ ഒറ്റയ്ക്ക് അല്ല. അതാണ് ഏറ്റവും വലുത്. നീ യേശുവിൻ്റെതാണെങ്കിൽ, യോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. സ്വതം. ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, പരീക്ഷയോട് കൂടെ നീക്കുപോക്ക് തരുന്നവൻ. സ്വതം. താങ്ങാൻ കഴിയാത്ത പരീക്ഷ തരാത്ത ദൈവം. യെശയ്യാവിൻ്റെ പുസ്തകം 28-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ 28, 27 എല്ലാവരും ശ്രദ്ധിച്ചേ. മിതിവണ്ടി കൊണ്ട് മിതിക്കുന്നില്ല. അതിൻ്റെ തൊട്ട് മുകളിൽ മുതൽ അങ്ങനെ അവന്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ചു പഠിപ്പിച്ചിരിക്കുന്നു. കരിഞ്ചീരകം അതാണ് തുടക്കം. കരിഞ്ചീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. കരിഞ്ചീരകത്തെ മെതിവണ്ടി കൊണ്ട് മെതിക്കാൻ പറ്റുമോ? കരിഞ്ചീരകം കാണാൻ പറ്റുമോ? കർത്താവ് മെതിക്കത്തില്ല.
കാരണം കരിഞ്ജീരകത്തിൻ്റെ ശക്തി എത്രയെന്ന് ആർക്കറിയാം? കരിഞ്ജീരകത്തിൻ്റെ ശക്തി എത്രയെന്ന് ആർക്കറിയാം? അപ്പനറിയാം. കരിഞ്ജീരകത്തിൻ്റെ പുറത്ത് ഈ മെതിവണ്ടി കയറിയാൽ ഇത് പിന്നെ എടുത്തു കാണിക്കാൻ കിട്ടത്തില്ലെന്ന് ആർക്കറിയാം? ലോകത്തിൽ ആർക്കും അറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. വണ്ടിയുടെ ചക്രം, സ്വത്രം മതി, ഉരുട്ടത്തില്ല. കർത്താവിനറിയാം എന്തെന്നും ഏതെന്നും, എന്തിൻ്റെ പുറത്ത് ഉരുട്ടാൻ പറ്റുമെന്ന്, എന്തിൻ്റെ പുറത്ത് ഉരുട്ടിക്കൂടെന്ന് ആർക്കറിയാം? സ്വത്രം. കർത്താവിനറിയാം. ചതഞ്ഞ ഓട എന്ത് ചെയ്യത്തില്ല, ഓടിക്കയില്ല. പുകയുന്ന തിരി എന്ത് ചെയ്യത്തില്ല, മെതിക്കയില്ല. പുകയുന്ന തിരിയെ കെടുത്തുകയും ഇല്ല, കെടുത്തുകയുമില്ല. സ്വതന്ത്രം. കർത്താവ് പേയുള്ള കർത്താവായി. സങ്കീർത്തനം 118 വായിക്കുമ്പോൾ അതിൻ്റെ 1ഉം 2ഉം വാക്യം വായിക്കുമ്പോഴും, സങ്കീർത്തനം 144 2 വാക്യം വായിക്കുമ്പോഴും, ആദ്യം 118 സങ്കീർത്തനം 1ഉം 2ഉം വാക്യം വായിച്ചേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവൻ നല്ലവനല്ലോ. അവൻ 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 ആര്? ഒരാളെ ഉള്ളു നല്ലവൻ. കരിഞ്ജീരകത്തെ തകർക്കാത്ത ഒരുവൻ, ജീരകത്തെ തകർക്കാത്ത ഒരുവൻ, മെതിവണ്ടി കൊണ്ട് ഉരുട്ടാത്ത ഒരുവൻ, അത് ദയയുള്ളവനാ. ആരാണ് നമ്മുടെ ദൈവമാരാ? ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പറയുന്നു, ആമേൻ, പാനപാത്രവാഹകനും അപ്പക്കാരനോടും സ്തോത്രം ദർശനം വ്യാഖ്യാനിച്ച ശേഷം ഹല്ലേലൂയ യോസഫ് പറയുന്ന ഒരു വരിയുണ്ട്. ഇപ്പോൾ വായിച്ച വരി ഒന്നുകൂടെ വായിച്ചേ. യോസഫ് പറഞ്ഞ വരി, നേരത്തെ വായിച്ച വരി ഒന്ന് വായിച്ചേ. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ, 40-ാം അധ്യായമാ, ഉൽപ്പത്തി 40-ാം അധ്യായം. നീ എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ എന്ത് ചെയ്യണം? ഓർക്കണം. നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ എന്ത് ചെയ്യണം? ഓർക്കണം. നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിട്ടിരിക്കണം. പക്ഷേ അടുത്ത വരി ഉള്ളത് പറഞ്ഞു, എന്നെ കട്ടുകൊണ്ട്. അടുത്ത വരി, ഈ കുണ്ടറയ്ക്കകത്ത് എന്നെ ഇടേണ്ടതിന്. ഞാൻ ഈ പ്രസംഗം ഒന്നും തയ്യാറാക്കി വന്നതല്ല. ഇവിടെ വന്നൊന്ന് തന്നു. ഇവിടെ വന്നപ്പോൾ 2 കാര്യം നോക്കി. അത് ബെന്യാമിൻ്റെതാ നോക്കിയേ. തന്നപ്പോൾ ബെന്യാമിൻ്റെ പേര് നോക്കി ഞാൻ. പക്ഷെ വരുന്ന മെസ്സേജൊക്കെ വേറെ. ഒന്നുകൂടെ വായിച്ച വരി. ആദ്യം വന്ന മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് രാവിലെ വന്ന മെസ്സേജ്, പാപത്തെ ക്ഷമിക്കുന്ന ദൈവം. പാപം ക്ഷമിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഒരാളിനോട് പറഞ്ഞാലേ ക്ഷമയുള്ളൂ. ഫറവോൻ ദൈവത്തോട് പറയേണ്ടടുത്ത് ആരോട് പറഞ്ഞില്ല? യൂദാസ് ദൈവത്തോട് പറയേണ്ടടുത്ത് പാവം ആരോട് ഏറ്റു പറഞ്ഞില്ല. അതുകൊണ്ട് തകരാൻ. പക്ഷെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ ദാവീദോ, ഏറ്റു പറയേണ്ടവനോട് എന്ത് ചെയ്യണം? അതാണ് യഥാർത്ഥ ആരാധന. അവിടെയാണ് ആര് പ്രസാദിക്കുന്നത്? ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ എപ്പോഴും പാപം ചെയ്യണമെന്നാണോ? പാടില്ല. രക്ഷിക്കപ്പെട്ട് നമ്മൾ ഓരോ ദിവസവും കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു,
സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിൻ്റെ വചനത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഒരു വേർപാടുണ്ട്. അതെങ്ങനെയുള്ള വേർപാടാ? വചനപ്രകാരമുള്ള വേർപാട്. സ്വത്രം. എന്ത് രുചിക്കണം, എവിടെ ഇരിക്കണം, എവിടെ പാർക്കണം, ആരോട് സംസാരിക്കണം, ആരോട് കൂടണം, ആരോട് കൂടരുത്, ആരോടായിരിക്കണം നിന്റെ ബന്ധം, എല്ലാം വേർപെട്ട പൈതലിന് ഈ ബൈബിളിൽ പ്രമാണമുണ്ട്. ഇത് പത്യമാണ്. പ്രമാണം ആർക്കും പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. പാസ്റ്ററിനൊരു പ്രമാണം, വചനം പറയാത്തവർക്ക് ഒരു പ്രമാണം, വചനം പ്രസംഗിക്കുന്നവർക്ക് അടുത്തൊരു പ്രമാണം. നമ്മുടെ സഭയിലെ കാര്യം പറഞ്ഞാൽ എനിക്കും പേടിയാണ്. എന്തെന്ന് ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കും എല്ലാ സഭകളിലും അല്ല, പല സഭകളിലും വചനം ഇല്ലെന്നല്ലേ പറയുന്നേ? ആണോ? അല്ലേ? അനേകർ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ സഭയിലുള്ള അനേകർ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഇതിനകത്തിരിക്കുന്നത് 95% പേരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു വരിയാണ്, സിസ്റ്ററെ ഞങ്ങൾ പോയ സഭയിൽ എന്തില്ല. ചിലപ്പോൾ ആയിരിക്കും, ഞാൻ സംശയിക്കുന്നില്ല ആരെയും, അതല്ല പറഞ്ഞ്. വചനം നമുക്ക് കിട്ടും തോറും ആ വചനത്തിൻ പ്രകാരം ഞാൻ ജീവിച്ചില്ലെങ്കിൽ ന്യായവിധിയും കൂടി വരും. ഇപ്പം മനസ്സിലായോ? നമ്മൾ വചനം കേട്ടിട്ടും വചനം നമ്മളെ ക്രിയ ചെയ്ത് നമ്മളെ ശുദ്ധീകരിച്ച് ശോധന ചെയ്ത് നമ്മളെ സ്വത്രം പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുന്നത് പോലെ ഓരോ ഘട്ടഘട്ടമായിട്ട് ആത്മാവിൽ നിറച്ച് പുറത്ത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വചനം തിരിഞ്ഞ് നമ്മളെ മുമ്പിൽ വന്നു നിന്ന് നമ്മളെ വിധിക്കും. ഈ വചനം പ്രസംഗിച്ച് ശാലിനി ആദ്യം വിധിക്കും. അടുത്ത് കേട്ട സകല വ്യക്തികളുടെ മുമ്പിലും ഈ വേദപുസ്തകത്തിലെ ഈ പള്ളിക്കകത്ത് പ്രസംഗിച്ച സകല വചനവും വന്നിങ്ങനെ നിൽക്കും, വാളായി നിന്നിട്ട് ചോദിക്കും, ഈ വചനം നീ ആ പള്ളി കേട്ടില്ലേ എന്ന് ചോദിക്കും. പിന്നെ എന്തുകൊണ്ട് നീ മുട്ടുമടക്കിയില്ല എന്ന് ചോദിക്കും. നീ എന്തുകൊണ്ട് പിന്നെ ആ പാപത്തെ വിട്ട് തിരിഞ്ഞില്ല? നല്ല പേടിയുണ്ട് എനിക്ക്. കാരണം കർത്താവ് കൃപാലുവാണ്, ദയാലുവാണ്, പാപം ക്ഷമിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. സങ്കീർത്തനം 118 നമ്മൾ തുടങ്ങിയിട്ട് അടുത്ത് സ്തോത്രം പറഞ്ഞ് പാടിപ്പോയി, മറ്റൊരു വചനത്തിലേക്ക് പോയി, മറന്നിട്ടില്ല ഞാൻ. ദയാലുവാണ്, പക്ഷേ ദഹിപ്പിക്കുന്ന സ്തോത്രം. നമുക്ക് ഓരോ വചനം തരുമ്പോൾ എന്നെ പഠിപ്പിക്കുകയാണ്, ശാലിനി ഈ വചനം നിനക്ക് തന്നു, ആ വചനം നിന്റെ ജീവിതത്തിനകത്ത് വരാൻ നീ എൻ്റെ മുമ്പിൽ വീണിട്ടുണ്ടോ? ദൈവം നോക്കും. നമ്മൾ പൂർണ്ണമായിട്ട് അതിൽ ജയിച്ചോന്നല്ല എന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ കർത്താവേ എന്ന് പറഞ്ഞ് പാപം ചെയ്യുമെന്നല്ല, പക്ഷെ അവിടെയൊക്കെ ആ റൂട്ട് എങ്ങോട്ടാണെന്ന് എപ്പോഴും എന്ത് വേണം? ഒരു വിചാരം വേണം. സ്നേഹമാണ്, കരുതുന്നവനാണ്, രക്തം കൊണ്ട് കഴുകുന്നവനാണ്, ഒരുപാട് തന്നവനോട്, ഒരുപാട് കേട്ടവനോട് ഒരുപാട് ചോദിക്കും. വചനം എത്രത്തോളം നമ്മൾ പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുമോ, വചനത്താൽ ശുദ്ധീകരണമുണ്ട്, വചനത്താൽ പാപബോധമുണ്ട്, വചനം മായമില്ലാത്ത പാലാണ്. ഇനി ഈ വചനം വെട്ടുന്ന വാളാണ്, ഈ വചനം തിരിഞ്ഞ് വാളായി സംസാരിക്കുന്നതുമാണ്. നമുക്ക് അത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈ വചനം കേട്ടിട്ട് നമ്മളെ ജീവിതത്തിനകത്ത് വന്നില്ലെങ്കിൽ ഈ വചനം നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് ന്യായം വിധിച്ചിട്ട് ചോദിക്കും, നീ പ്രസംഗിച്ചു, നിൻ്റെ മേലിതുണ്ടോ? നീ ഈ പള്ളിയിൽ വന്ന് കേട്ടു, എന്നിട്ട് നീ എന്തേ നിൻ്റെ മേൽ വന്നില്ല? അതിനു വേണ്ടി നീ എന്തുകൊണ്ട് വില കൊടുത്തില്ല? നീ കേട്ടു, കൊള്ളായിരുന്നു മെസ്സേജ് എന്ന് പറഞ്ഞു, നല്ല വചനമെന്ന് പറഞ്ഞു, അയ്യോ ഈ വചനമെന്ന് പറഞ്ഞാൽ അസാധ്യ വചനമെന്നൊക്കെ നീ പറഞ്ഞു മാർക്കിട്ടു. പക്ഷേ നീ മാർക്കിട്ടപ്പോൾ നിന്റെ കുറവിനെ ഉണരുന്ന നിലവാരത്തിൽ
നിന്നെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തിക്കത്തക്ക നിലവാരത്തിൽ നിന്നെ ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞോ? ഇത് ചോദിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭയമാകുന്നുണ്ടോ? സ്തോത്രം. ഭയപ്പെടാനല്ല, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുന്നു, നമ്മൾ നേരത്തെ വായിച്ച സങ്കീർത്തനം 118 1, 2 വായിച്ചിട്ട് 144 സങ്കീർത്തനം, ഇതെല്ലാം കർത്താവ് തരുന്നത് കൊണ്ടാണ് ഈ വിളിച്ച് പറയുന്നത്. 140 ഒന്ന് കൊണ്ടുവന്നതല്ലേ. 144 അധ്യായം 2 വാക്യം പറഞ്ഞു. 2 വായിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം. വായിച്ചേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. എന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. കണ്ടോ, കർത്താവ് ദയവുള്ളവനാണ്. കർത്താവ് ദൈവമുള്ളവനാണെന്ന് എന്നേക്ക് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ദൈവം പ്രതികൂലത്തിനകത്തും പ്രശ്നത്തിനകത്തും പ്രതിസന്ധിക്കകത്തും കിടക്കുമ്പോൾ സങ്കീർത്തനം 144 2 വാക്യത്തിൽ പറയുന്നു, ചിലതെല്ലാം അഭ്യസിപ്പിക്കും. ഞാനും നിങ്ങളും യേശുവിൻ്റെ മക്കളാണെങ്കിൽ വചനപ്രകാരം ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും പാപം ചെയ്യാണ്ട് അഭ്യസിപ്പിക്കും. വായിച്ചേ. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിനെ എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കും. എന്റെ വിരലുകളെ എന്ത് ചെയ്യുന്നു? അഭ്യസിപ്പിക്കും. അപ്പൊ വചനം കേൾക്കുമ്പോ എൻ്റെ പഞ്ച ഇന്ദ്രിയങ്ങൾക്കകത്തും തീയിറങ്ങി കത്തണം. എൻ്റെ ജീവിതത്തിനകത്ത് എന്ത് വരണം? ഒരു വിടുതലേ വരണം. വചനം കേട്ടിട്ട് ഒരു മാറ്റവും ഇല്ലാതെ വന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്നിലൂടെ പത്രോസ് അപ്പോസ്തലൻ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എടുക്കാമോ പത്രോസ് അപ്പോസ്തലൻ ലേഖനം? അപ്പോൾ എൻ്റെ കർത്താവ് എന്നെയും നിങ്ങളെയും ഓരോ സെക്കൻഡ് വചനം നൽകി നടത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വേറെ ഒന്നുമല്ല, ഈ വചനത്തിലൂടെ ഓരോ സെക്കൻഡും രൂപാന്തരപ്പെടണമെന്നാണ്. ഹല്ലേലൂയ, രൂപാന്തരപ്പെട്ടേ തീരൂ. അതുകൊണ്ടാണ് 2 പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 4 മുതൽ അങ്ങോട്ട് വായിച്ചേ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് നോക്കിയേ. ഇവയാൽ ലോകത്തിന്റെ മോഹത്താലുള്ള ലോകത്തിനൊരു മോഹമുണ്ട്. ലോകത്തിന് ഈ ജഡം എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കും. ഈ ജഡം അതേ ആഗ്രഹിക്കുള്ളൂ. ജഡം അതാണ്. അതുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ ഈ ജഡത്തെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ പറയുന്നത്, നീ ശക്തിയൊക്കെ പ്രാപിച്ചിട്ട് ഞാൻ ഒരു ദിവസം വരും, അപ്പം നീ രൂപാന്തരപ്പെട്ട് ഈ ബോഡിയിൽ ഞാൻ കിടക്കത്തില്ല, മറ്റൊന്ന് പ്രാപിച്ച് വരുമെന്ന് ഞാൻ പ്രസംഗിച്ച് ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ജഡം എപ്പോഴും എന്താ ആഗ്രഹിക്കുന്ന ജഡമാണ്? സുഖം ആഗ്രഹിക്കുന്ന. ദുഃഖിക്കാൻ ഈ ജഡം ആഗ്രഹിക്കുന്നില്ല. പാവം ചെയ്യാണ്ടിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, പാവം എപ്പോഴും ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നതാണ് ഈ ജഡം. സ്തോത്രം. ഈ ജഡത്തിനെ കീഴടക്കാൻ ഒരു ലോക മനുഷ്യനും പറ്റത്തില്ല. തപസ് ചെയ്താലും പറ്റത്തില്ല. പിന്നെ പറ്റണമെങ്കിൽ ഞാൻ മരിക്കണം. 1 2 സ്തോത്രം, പരിശുദ്ധാത്മാവിനെ പറ്റൂ. ഹല്ലേലൂയ. 1 ഞാൻ മരിക്കാൻ ഏൽപ്പിക്കണം. 2 പരിശുദ്ധാത്മ ചെയ്യണം. 3 ഒന്നുകൂടെ ഞാൻ പറയാം. കൃപ നിഗളം വരരുത്, താഴ്ത്തുന്ന ആളായിരിക്കണം. 1 എന്ത് ചെയ്യണം? ഞാൻ ചാകാൻ ഏൽപ്പിക്കണം. പാപത്തെ എങ്ങനെ ജയിക്കാം? 1 ഞാൻ ചാകാൻ ഏൽപ്പിക്കുക. എന്ന് വെച്ചാൽ മരിച്ചു. അപ്പം പാപം ചീത്ത വായിൽ വന്ന ഒരാൾ, ഉദാഹരണമാണ് ഇതിനകത്ത് ആരും ചീത്ത വിളിക്കല്ലോ, ഒറ്റ മനുഷ്യർ വിളിക്കല്ലേ. അപ്പോൾ ഭയങ്കരത്ത് വരികയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ആ വിളിക്കാൻ പറ്റുന്ന വ്യക്തിയോട് വരികയാണ്, ഞാൻ പറയുകയാണ് ഞാൻ മരിച്ചു. പിന്നെ ചീത്ത വരുമോ? ഇല്ല. കൺമോഹം മരിച്ചു. ഒരാളിനോട് എനിക്കൊരു വിരോധമുണ്ട്. ആ വ്യക്തി എൻ്റെ മുൻപിൽ വന്നു. ദൂരെ നിന്ന് വന്നപ്പോഴേ എൻ്റെ അകത്തിങ്ങനെ സോഡ തുറക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അയ്യോ, അപ്പോൾ അതൊക്കെ ശാന്തവൻ ഈ വെള്ളം പോലെ ഇരിക്കും സോഡ. പിന്നെ എങ്ങനെ ഇരിക്കും? തള്ളി ഒറ്റ ഇടിയോടും കൂടെ. ഇനി അതിന് ഞെങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ മുഖത്ത് മൊത്തം ആക്കും. അത് ശരീരം മൊത്തം തെറിപ്പിക്കില്ലേ? നിങ്ങളത് കണ്ടിട്ടില്ലേ സോഡ? അതൊരു കളിയൊക്കെ കളിച്ചിട്ടേ അത് കുടിക്കാൻ പറ്റും നമുക്ക്. മനസ്സിലായോ? ഇങ്ങനെ ഇളകി വരുമ്പോൾ, വിഷയത്തോടടുത്തെത്തുമ്പോൾ ഇളകി അകത്തുള്ള എല്ലാം വെളിയിൽ തള്ളാൻ വേണ്ടി വരുമ്പോൾ അവിടെ പറയണം, ഞാൻ മരിച്ചു തീർന്നു.
2, പാപത്തെ ജയിക്കാനുള്ള ഒന്നാമത്തെ വഴി മരണത്തിനേൽപ്പിക്കുന്നു. 2ാമത്തെ മാർഗം പരിശുദ്ധാത്മാവ് നിറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് 3ാമത്തെ കാര്യം. താഴ്മയുള്ളവർക്ക് എപ്പോഴും കൃപ ലഭിക്കും. താഴ്മയുള്ളവർക്ക് എപ്പോഴും, ഇത് 3 വാക്യമാണ്, എടുക്കുന്നില്ല. സ്വന്തം താഴ്മയുള്ളവർക്ക് എപ്പോഴും എന്ത് കിട്ടും? കൃപ ലഭിക്കും. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ഈ വചനം കേട്ടിട്ട് കൊള്ളാമെന്ന് മാർക്ക് ഇട്ടിട്ട് പോകാനല്ല. ഈ വചനം ഓരോ ദിവസവും എന്നെ ജീവിപ്പിക്കണം. എൻ്റെ പാവം തകർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. എന്നെ ഉടച്ച് പണിതുകൊണ്ട് തന്നെ ഇരിക്കണം. എത്ര വില കൊടുക്കേണ്ടി വന്നാലും ആ പാവം മാറ്റരുത്. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. പത്രോസ് അപ്പോസ്തലൻ അടുത്ത വാക്യം. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. വിശ്വാസത്തോട് എന്ത് വേണം? വീര്യവും. വീര്യത്തോട് പരിജ്ഞാനവും. വീര്യത്തോട് പരിജ്ഞാനവും. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും. എന്ത് വരണം? പരിജ്ഞാനത്തോട് എന്ത് വരണം? വചനം കേൾക്കും തോറും ഇതിന് മാറ്റം വരണം. ഇന്ദ്രിയജയവും. ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും. അതെന്ത് എങ്ങനെ ആയിരിക്കണം? സ്ഥിരത വരണം. അടുത്ത് സ്ഥിരതയോട് ഭക്തിയും. അടുത്ത് എന്ത് വരണം? ഭക്തിയും. ഭക്തിയോട് ഇതെല്ലാം നമ്മൾ കർത്താവ് നമ്മുടെ ആലയത്തിൽ കേൾപ്പിച്ചിട്ടുള്ളതാ. ഭക്തിയോട് സഹോദരപ്രീതിയും. സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഓരോ ദിവസവും വളർന്ന് ലാസ്റ്റിൽ ഇപ്പോൾ എവിടെ എത്തി? സ്നേഹത്തിൽ ചെന്ന് നിന്നു. കണ്ടോ? ഇതാണ് വളരുന്നൊരു പൈതലിൻ്റെ അവസ്ഥ. വചനം കേൾക്കും തോറും നമ്മൾ കേട്ട് വാക്യം വായിക്കുമ്പോൾ, ഇരമ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 11-ാം അധ്യായം 3-ാം വാക്യം, ഇരമ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കണം. ഇരമ്യാവിൻ്റെ പുസ്തകം 17-5 വായിക്കണം. വായിച്ചേ. യഹൂദേ, നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട്. ഏത് വാക്യം? 11:3. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. വചനം അനുസരിച്ചില്ലെങ്കിൽ എന്തോന്ന് വരുമെന്ന് ചിത്രേ ഇതും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഉണ്ട്. കേട്ടോണ്ടിരുന്നിട്ട് ചാടിക്കടിച്ചിട്ട് കയറിപ്പോയാൽ ഈ കേട്ട വചനം എന്തായി മാറും? ബൈബിളുണ്ടോ ഇല്ലേ? ഒന്നുകൂടെ വായിച്ചേ. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇരമ്യാവ് 17:5 വായിച്ചേ. അടുത്ത് ഇരമ്യാവ് 48:10 വായിക്കണം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഒന്നുകൂടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ആരാണ്? ഇനി യെശയ്യാവ് വായിച്ചേ. 48:10 വായിച്ചേ. യെശയ്യാവ് പ്രവചനന്റെ പുസ്തകം. സോറി ഇരമ്യാവ് 48:10. ക്ഷമിക്കുക, 48:10. ഇരമ്യാവിന്റെ പുസ്തകം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ എല്ലാവരും കേൾക്കണേ. എല്ലാവരും. ശാലിനി സിസ്റ്റർ ഇതിനകത്ത് ഓരോ ശുശ്രൂഷയും ചെയ്യുന്നവർ, കൺവെൻഷനാകട്ടെ, സ്വത്രം പള്ളിക്കകത്താകട്ടെ, പള്ളിക്ക് പുറത്താകട്ടെ, സൺഡേ സ്കൂൾ അധ്യാപകരാകട്ടെ, സൺഡേ സ്കൂൾ കുട്ടികളാകട്ടെ, ആരും ആകട്ടെ, വായിച്ചേ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ. എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴേ വേദപുസ്തകത്തെ അത്രത്തോളം, ആ വചനത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ കയ്യിൽ എന്ത് കാണും? ഉറപ്പാ. കപടം നടത്തുന്നവർക്ക് ബൈബിളും വേണ്ട, പുസ്തകവും വേണ്ട, പ്രമാണം കേട്ട തുറന്നു നോക്കത്തില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. സ്തോത്രം. ഒരു സന്തോഷവും മുഖത്ത്, ഒരു സന്തോഷവും മുഖത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കും, സ്തോത്രം, മുഖത്ത് ഒരു സന്തോഷ സമാധാനമോ സ്വസ്ഥതയും കാണൂല. ഇനി സിസ്റ്റർ വല്ലതും ചോദിച്ച് എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ള ചിന്തയിൽ എങ്ങനെ ദുഃഖത്തോടെ ഇരിക്കില്ല. അതുപോലെ
എന്ന സിസ്റ്ററിനൊന്നും വേണ്ടെന്ന് തന്നെ. അപ്പോൾ എങ്ങനെ ഇരിക്കണം? സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഇരിക്കണം? സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ എന്തോന്നാ പറയണ്ടേ? തീക്കകത്ത് പോകേണ്ട എന്നെ യേശുപ്പം മരിച്ച് രക്തം കൊണ്ട് കഴുകി എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർത്ത സ്നേഹം ഓർത്താൽ, ഓ ജീസസ് ഹല്ലേലൂയ, ആ പാപത്തിൽ കിടന്ന എന്നെ അപ്പനെ ആരാധിക്കാൻ കൊണ്ടിരുത്തിയത് ഓർത്താൽ, അന്യായി പരദേശിയായി കിടന്ന നിത്യതയുടെ പൗരത്വം തന്നത് ഓർത്താൽ, എനിക്കൊരു ഭവനം സ്വർഗത്തിൽ ഒരുക്കി തന്നത് ഓർത്താൽ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലായിരുന്ന എനിക്ക് എൻ്റെ ദൈവം ആഹാരം ഇപ്പം എനിക്ക് വേണ്ട, എല്ലാ ആഹാരം എനിക്ക് തന്നത് ഓർത്താൽ, കയറിക്കിടക്കാൻ ഒരു വീടില്ലാതിരുന്നിടത്ത് ഒരു വാടക വീടായിരുന്നാലും എനിക്ക് അതിനകത്ത് സ്വസ്ഥതയോടെ കിടക്കാൻ തന്നത് ഓർത്താൽ, എൻ്റെ ദൈവമേ സ്വത്രം ബുദ്ധിമുട്ടുള്ള വീടാണെങ്കിലും ഞെരുക്കമുള്ള വീടാണെങ്കിലും വിശാലതയോടെ ഇല്ലാത്ത വീടാണ്, കൊച്ചു വീടാണ്, കുഞ്ഞു വീടാണെങ്കിലും എനിക്ക് അതിനകത്ത് അപ്പനെ ആരാധിക്കാൻ തന്ന കൃപ ഓർത്താൽ, ദൈവമേ പല സ്ഥലങ്ങളിലും സൂചി നൂലും കൊണ്ട് തച്ചിട്ടാൽ പോലും ശരീരഭാഗങ്ങൾ കാണുന്ന ഡ്രസ്സ് മാത്രം ഉണ്ടായിരുന്ന എനിക്ക് ഇന്ന് ഒന്നിനല്ല എത്ര ഡ്രസ്സുകൾ എനിക്ക് തന്നത് ഓർത്താൽ, ദൈവമേ എനിക്ക് എഴുന്നേറ്റ് എൻ്റെ ഡ്രസ്സ് ധരിക്കാൻ എൻ്റെ കൈകൾക്ക് വെള്ളം തന്നത് ഓർത്താൽ, എൻ്റെ കർത്താവേ എനിക്ക് വെള്ളം കൊണ്ടുവച്ചിരിക്കുമ്പോൾ എടുത്തു കുടിക്കാൻ എൻ്റെ ദൈവം എൻ്റെ കൈകൾക്ക് ശക്തി തന്നത് ഓർത്താൽ, അപ്പാ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി തന്ന് കമ്പ് കുത്താതെ നടക്കാൻ എനിക്ക് കാഴ്ച ശക്തി തന്നത് ഓർത്താൽ, എൻ്റെ ദൈവമേ രാത്രിയും പകലും ഇരുട്ടും വെളിച്ചം എന്തെന്ന് കാണാൻ എൻ്റെ ദൈവം കാഴ്ച എന്നത് ഓർത്താൽ, സത്യ വെളിച്ചമാകുന്ന യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്തെന്നറിയാൻ എൻ്റെ അകത്തെ മനുഷ്യരെ തൊട്ടത് ഓർത്താൽ, എൻ്റെ ദൈവമേ സ്വത്രം ഷർട്ട് മറ്റൊരാളിൻ്റെ ആശ്രയമില്ലാതെ, എൻ്റെ പാൻറ് മറ്റൊരാളിൻ്റെ ആശ്രയമില്ലാതെ എനിക്ക് ഇടാൻ കൃപ തന്നത് ഓർത്താൽ, ദൈവമേ മറ്റൊരാളിൻ്റെ ആശ്രയമില്ലാതെ എനിക്ക് നടക്കാൻ അങ്ങ് കൃപ തന്നത് ഓർത്താൽ, ഞാൻ വീണുപോയ ആൾക്കാർ ഓടി വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ട സ്ഥാനത്ത് ചാടി എഴുന്നേൽക്കാൻ അങ്ങ് കൃപ തന്നത് ഓർത്താൽ, ഒരു നേരത്തെ ഭക്ഷണമല്ല, ഭക്ഷണം മിച്ചം വരത്തക്ക രീതിയിൽ എല്ലാ നന്മകളും തന്നത് ഓർത്താൽ, നാളെ എന്തെന്ന് ഞാൻ ചിന്തിച്ച് വിചാരപ്പെടുന്നിടത്ത് എത്രയോ ഭക്ഷണ സാധനങ്ങൾ എൻ്റെ അടുക്കളയിൽ തന്നത് ഓർത്താൽ, ദൈവമേ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും ഇല്ലാത്ത എത്ര പേരുണ്ട്? കൈപൊക്ക്. പിന്നെ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വിശേഷപ്പെട്ട ജാതികളല്ലേ? ഈ സന്തോഷം മുഖത്ത് കണ്ടില്ലെങ്കിൽ ഇവിടെ ആരാധന വിട്ട് ദുഃഖത്തിരുന്നപ്പോൾ ഒരാൾ മറന്നുപോയി, ഞാൻ ആരാണെന്ന് എനിക്ക് പറയാൻ മറന്നു, അല്ലെങ്കിൽ ഞാൻ പേര് പറയുമായിരുന്നു. വളരെ ദുഃഖത്തിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പ്രസംഗിക്കും, പക്ഷെ എനിക്ക് ചിരി വരില്ല. സത്യം. വണ്ടി പോവും, പ്രാർത്ഥനയൊക്കെ നടത്താൻ പോകും, ഇങ്ങോട്ട് ഇപ്പോഴും നോക്കാൻ പറ്റത്തില്ല. നോക്കാൻ സ്വത്രം ശ്രദ്ധ വേറെയൊക്കെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ അടുത്തുകൂടെ ആൾ പോയാലും കാണത്തില്ല. നിങ്ങൾ ആരും എല്ലാവരും ക്ഷമിച്ചോളണം. നിങ്ങൾ ചിലപ്പോൾ അടുത്ത് നിന്ന് കണ്ടാണ് ഈ സിസ്റ്റർ കണ്ടിട്ട് എന്നോട് എന്തോ പകയുണ്ടെന്ന് പറഞ്ഞ് പോവുകയാണെന്ന് വിചാരിക്കരുത്. ഇപ്പോഴേ ആദ്യമേ ഞാൻ പല കാര്യങ്ങളും മുൻകൂർ ക്ഷമ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്. ഞാൻ കാണാതെ അങ്ങ് പോവും. അപ്പോൾ ഇപ്പോഴങ്ങനെ ഞാൻ ഇങ്ങനെ വേറെ ശ്രദ്ധയിൽ അങ്ങ് പോകുമ്പോൾ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂല, അങ്ങ് പോവും. പിന്നെ കറക്റ്റാണ് അവർ പറഞ്ഞേ, എത്ര കറക്റ്റാണ്, 100% കറക്റ്റാണ് അവർ പറഞ്ഞ സത്യഭാഷ. എനിക്കങ്ങനെ പറ്റുന്നില്ല. അതുപോലെ നമ്മൾ ദുഃഖഭാവത്തോടെ ആരാധനയും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ കാണുന്ന ഒരൊറ്റ വ്യക്തിക്ക് നമ്മളിലൂടെയുള്ള യേശുവിനെ അല്ല കാണുന്നത്, പിന്നെയോ നമ്മളിലൂടെയുള്ള ദുഃഖിതയെയുമാണ്. കഷ്ടം, അവർ ഇത്രയും ഭാരപ്പെട്ട് പള്ളിയിൽ പോയിട്ടും അവിടെ ഒരു സന്തോഷമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്കും മറ്റേ ചിരിച്ചു വാടാത്ത മുഖത്തോടെ ഹന്ന പോയതുപോലെ പോയാലോ? ഹന്ന പോയതുപോലെ പോയാലോ? ആമേൻ. എന്ത് കിട്ടും? ആമേൻ. പ്രവചിക്കുന്ന പ്രവാചകനെ കിട്ടും. ആത്മാവിൽ നിറഞ്ഞ, ആത്മാവിന്റെ ശക്തിയോടെ അഭിഷേകത്താൽ നിറഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന പൈതലെ, നീ ഓരോ നിമിഷവും പച്ചവച്ച് ആത്മാവിൽ നിറഞ്ഞ് നിന്നിലൂടെ ഒരു കൂട്ടം പേർ കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം കഴിഞ്ഞ നിമിഷങ്ങളിൽ നടത്തിയ വിധങ്ങൾ ഓർക്കുന്നുണ്ടോ? വന്ന വഴികളെല്ലാം മറന്നുപോയോ? എന്താ സന്തോഷമില്ലാത്ത? ഇതെല്ലാം മറന്നു.
ഇതെല്ലാം മറന്ന് ഇപ്പോഴുള്ള ചെറിയ കാര്യം ഓർത്ത് വലുതാക്കി വെച്ചോണ്ടിരിക്കുക. വന്നതെല്ലാം മറന്നു, പോയതെല്ലാം മറന്നു. പ്രശ്നം വരുമ്പോൾ മാത്രം എന്ത് ചെയ്യും? ഓർക്കും. പനി വന്നു, പനി മാറുമ്പോൾ മാത്രം ഓർക്കും. പ്രശ്നം വന്നു, പ്രശ്നം മാറുമ്പോൾ മാത്രം ഓർക്കും. അത് കഴിഞ്ഞാൽ ദൈവത്തെ വിടും. പിന്നെ മുഖമെല്ലാം മറ്റങ്ങനല്ല. 4 വിരൽ നീളം തരുമ്പോൾ തുള്ളിച്ചാടി ആനന്ദിച്ച് ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് സന്തോഷത്തോടെ പോകുമ്പോൾ എൻ്റെ അപ്പനും സന്തോഷിക്കും, നമ്മെ കാണുന്ന അനേകർ സന്തോഷിക്കും. ഹല്ലേലൂയ. ഇന്ന് അനേകർ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സന്തോഷത്തോടെ അല്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഓരോ ദിവസവും ദൈവവചനം കേട്ട് സന്തോഷത്തോടെ പോകണം. ഉദാസീനതയോടെ അല്ല പള്ളി ഇരിക്കേണ്ടത്. സ്തോത്രം. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഒച്ചയും പള്ളി വരുമ്പോൾ മാത്രമേ നമുക്ക് ക്ഷീണം ഉറക്കൂ ഉള്ളൂ. കർത്താവിൻ്റെ വചനം കേട്ടിട്ട് പോയാൽ മതി. ഇപ്പോൾ വായിച്ച വചനം 48:10. യഹോവയുടെ പ്രവൃത്തിയെ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. മതി. ഉദാസീനതയോടെ പ്രാർത്ഥിക്കല്ലേ. ഉദാസീനതയോടെ കർത്താവിന് മുമ്പിൽ നമ്മൾ നിൽക്കരുത്. ഉദാസീനതയോടെ ശ്രദ്ധയല്ല മറ്റു പലതിലും. പിന്നെ ഉദാസീനതയോടെ അടിച്ചതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ചിന്തിച്ചു നോക്കി, ഇതിൽ പ്രസാദിക്കുമോ ദൈവം? ഇല്ല. ദൈവം പ്രസാദിക്കാൻ എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗവസ്തുവായി മാറണം. അല്ല ദൈവത്തിലൊന്നും ഒന്നുകൂടെ വായിച്ച വരി. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഉദാസീനതയോടെ ദൈവത്തിന്റെ സ്വത്രം മുമ്പിലിരിക്കല്ലേ, ആരാധിക്കല്ലേ. ആരാധിക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, സ്വത്രം പള്ളിയിൽ വരുമ്പോൾ നമുക്ക് ദൈവം തന്ന വേദപുസ്തകം കൊണ്ട് നാണക്കേടില്ലാതെ തന്നെ വരണം. എന്നെയോ പള്ളി കൊണ്ട് വരണം. ലജ്ജ കാണിക്കരുത്. സ്വത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു ഉദാസീനതയോടെ അല്ല. പള്ളി വരുമ്പോൾ ക്ഷീണത്തോടെ, ബുദ്ധിമുട്ടോടെ, വേദനയോടെ, കണ്ണീരോടെ, കരഞ്ഞിറങ്ങല്ല. പിന്നെയോ സന്തോഷത്തോടെ ആരാധിക്കണം. കാരണം ജയിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ തോറ്റ ദൈവത്തെ ആരാധിക്കുന്നവരല്ല. പിന്നെയോ ജയാളിയാകുന്ന ദൈവത്തെ ആരാധിക്കുന്ന മക്കളത്രേ. നമ്മൾ ആരാണ് ആരാധിക്കുന്നത്? ജയിച്ച ദൈവത്തെ. നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ വചനം കേൾക്കുമ്പോൾ ഈ വചനം കേട്ടിട്ട് തട്ടിക്കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഈ വചനം എൻ്റെ മുമ്പിൽ വന്ന് എഴുന്നേറ്റ് നിൽക്കും. അന്ന് അപ്പനോ, അന്ന് അമ്മയ്ക്കോ, അന്ന് മക്കൾക്കോ, അന്ന് മാതാപിതാക്കൾക്കോ, അന്ന് സഹോദരങ്ങൾക്കോ, അന്ന് ദൈവവേലക്കാർക്കോ, എന്നെയോ നിങ്ങളെയോ രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വചനം ഒരുപാട് കേൾക്കുന്നത് നല്ലതാണ്, ഒരുപാട് വായിക്കുന്നത് നല്ലതാണ്. അത്രയും ശുദ്ധി വരും. പക്ഷേ ആ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങി ആ വചനം നമ്മൾ അതിൻ പ്രകാരം ജീവിക്കാൻ നമ്മളെ തന്നെ ഒരു യാഗവസ്തുവായി വിട്ടുകൊടുക്കുമ്പോൾ ആ വചനം എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതൊരു അനുഗ്രഹം. ഹല്ലേലൂയ. വില കൊടുക്കേണ്ടതിന് വില കൊടുത്താൽ അതൊരു അനുഗ്രഹം. ആരാധിക്കേണ്ട വണ്ണം ആരാധിച്ചാൽ അതൊരു അനുഗ്രഹം. ഹല്ലേലൂയ. ഇതാ യോസഫ് അവിടെ കിടക്കുകയാണ് കാരാഗ്രഹത്തിനകത്ത്. യോസഫ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, ഇതാ സ്തോത്രം, അയാൾ പറയുകയാണ്, നീ ശുഭമായിരിക്കുമ്പോൾ, നീ നല്ല രീതിയിൽ വളരും. വായിച്ച ആ വരി തന്നെ വരട്ടെ. വായിച്ച നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്ത് ചെയ്യണം? ഫറവോനെ എന്റെ വസ്തുത എന്ത് ചെയ്യണം? ബോധിപ്പിക്കണം. അടുത്ത് എന്നെ വീട്ടിൽ നിന്നും വിടുവിക്കണം. എന്നെ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് വിടുവിക്കണം. അടുത്ത വരി എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടു പോന്നതാകുന്നു. അടുത്ത് ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെ യാതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഒരു പാപവും ചെയ്തിട്ടല്ല എന്നെ കൂടെ ഇവിടെ ഇട്ടിരിക്കുന്നത്. അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസഫിനോട് ഞാനും സ്വപ്നത്തിൽ എന്റെ തല. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോ അവിടെ ഇതാ സ്തോത്രം, യോസഫിനെ ആര് മറന്നുപോയി? ഈ മനുഷ്യൻ മറന്നുപോയി. പക്ഷേ ഈ മനുഷ്യൻ മറന്നു നല്ലതായി. പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല? മറന്നില്ല. ദൈവം വിളിക്കേണ്ട സമയമായപ്പോൾ ഈ കാരാഗ്രഹത്തിനകത്ത് നിന്ന് ദൈവം വിളിപ്പിച്ച് യവനെ പുറത്ത് കൊണ്ട് എന്ത് ദർശനമാണോ കണ്ടത് ആ ദർശനത്തിൻ്റെ സാക്ഷാത്കരിക്കപ്പെടാനുള്ള സമയം ആ ദർശനത്തിന് അവധി വെച്ചിരുന്നു. ആ അവധി എത്തിയപ്പോൾ യോസഫിനെ ഇരുത്തേണ്ടടുത്ത് കൊണ്ടിരുത്തി. യാക്കോബിൻ്റെ മറ്റു മക്കൾ, എത്ര മക്കൾ തൊഴുമെന്ന് സ്വതന്ത്രം ദർശനം കണ്ടുവോ അതുപോലെ എല്ലാ മക്കളും, ഒരു മക്കൾ പോലും ഇത് ജ്യേഷ്ഠനാണ്, ഇത് യോസഫാണ്, നമ്മൾ തള്ളിക്കളഞ്ഞവനാണെന്ന് ആർക്കും മനസ്സിലായില്ല. കാരണം അന്ന് ഉള്ള നിലയങ്കി അല്ല
യോസഫ് ഇപ്പൊ ഇട്ടിരിക്കുന്ന വസ്ത്രം ഏതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആ സ്ഥാനത്തിരുന്നവന്റെ വസ്ത്രം അത് വേറെയാ. ആമേൻ. അവൻ അവിടെ ഇരിക്കുമ്പോൾ ആ ദർശനത്തിൽ കണ്ടതുപോലെ സകല സഹോദരങ്ങളും മുമ്പിൽ വന്നു വീണു. അവൻ എഴുന്നേൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല? എഴുന്നേൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവസാനം അവൻ കൊടുക്കുന്ന അത് പിന്നെ ഒരു ദിവസം ചിന്തിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പൈതലേ, കർത്താവ് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവിനെ ആരാധിക്കുന്ന പൈതലേ, നീ ഹല്ലേലൂയ തളരണ്ട, ഭാരപ്പെടണ്ട. ഏത് ഭാരവും ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലേ, ഏതൊക്കെ ഭാരമുണ്ടെങ്കിലും അവയുടെ നടുവിൽ ഭാരം കാണുന്ന ഒരു ദൈവമുണ്ട്, വേദന കാണുന്ന ഒരു ദൈവമുണ്ട്. യോസഫിൻ്റെ കൂടെ കാരാഗ്രഹത്തിനകത്ത് ദൈവമുണ്ടായിരുന്നത് കൊണ്ട് ആ യോസഫ് ഒരു അനുഗ്രഹമായി മാറി. ആമേൻ. സ്വത്ര. ദൈവത്തിന് സ്വത്ര. ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചപ്പോൾ ദൈവം അവന് വേണ്ടി സ്വർഗം തുറന്നു. ഹല്ലേലൂയ. തക്ക സമയമായപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി യോസഫിലൂടെ ദൈവം ചെയ്തെടുത്തെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പൈതലെ, ഏതൊരു ഭാഗത്തും നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ വചനവും കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമുക്കൊരു വിശുദ്ധി ഉണ്ട്, നമുക്കൊരു വേർപാടുണ്ട്. നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് വേദപുസ്തകത്തിനകത്തൊരു പ്രമാണമുണ്ട്. ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സ്തോത്രം ദൈവത്തിനൊരു ആഗ്രഹം തോന്നി. ആളിൽ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിനൊരു ആഗ്രഹം, ആളിൽ ഒരു ആലയം പണിയണം. അങ്ങനെ ആലയം പണിയാൻ ദാവീദ് ഒരുങ്ങി. ശ്രദ്ധിച്ച് കേൾക്കണമേ. കഴിഞ്ഞ ആഴ്ചത്തിൻ്റെ ബാക്കി ഒരു വാക്യം പറഞ്ഞ് എനിക്ക് നിർത്തണം. ആലയം പണിയാൻ വേണ്ടി ദാവീദ് ആഗ്രഹിച്ചു. ദൈവം ദാവീദിനോട്, വേണ്ട മോനെ, നിന്റെ കയ്യിൽ രക്തമുണ്ട്, നീ ആലയം പണിയണ്ട, നിന്റെ മകൻ ശലോമോൻ ആലയം പണിയും. അങ്ങനെ ആലയം പണിയുവാൻ സ്തോത്രം ദൈവം ശലോമോനെ ഏർപ്പാടാക്കി. സ്വർഗത്തിലെ ദൈവം ആലയം പണിയാൻ തിരഞ്ഞെടുത്തത് എവിടെയെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത് നുറുക്കപ്പെട്ട തനിക്ക് വിലയുള്ളതിന് യാഗമായി കൊടുത്ത മോറിയ മല. ഹല്ലേലൂയ. ദൈവത്തിന് ആലയം പണിയാൻ തിരഞ്ഞെടുത്തു. ഒന്ന്, മോറിയ മല ആലയം പണിയാൻ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? ദൈവം ആലയം പണിയാൻ തിരഞ്ഞെടുത്ത സ്ഥലം എല്ലാം ദൈവം പ്രസാദിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന് ഹിതമുള്ള ആരാധന വെളിപ്പെട്ട സ്ഥലം. അതെന്താണ് ദൈവത്തിന് പ്രസാദിക്കാൻ കാരണം? ദൈവം പറഞ്ഞതനുസരിച്ച് ആരാധന. 2, സ്തോത്രം ദൈവത്തെക്കാൾ അധികമായി വില കൽപ്പിച്ചതിനെ ആരാധിച്ച ആരാധന. 3, വിശ്വാസത്താൽ എൻ്റെ ദൈവമാണ് പറഞ്ഞതെന്ന് അവിശ്വസിക്കാതെ വിശ്വാസത്താൽ അർപ്പിച്ച ആരാധന അവിടെ വെളിപ്പെട്ടപ്പോൾ ആ സ്ഥലത്ത് ആലയം പണിയാൻ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2, ദൈവാലയം പണിയാൻ തിരഞ്ഞെടുത്തത് ഓർന്നാൻ്റെ കളം. ആ കളത്തിൽ ആലയം പണിയാൻ സ്തോത്രം തിരഞ്ഞെടുക്കാൻ വേറെ ഒന്നുമല്ല കാര്യം. ഒരിക്കൽ ദാവീദിനൊരു ചിന്ത വന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. എന്താ ചിന്ത വന്നേ? ഒരിക്കൽ ദാവീദിന് വളരെ ഒരു ചിന്ത വന്നു. എന്തോന്ന് ചിന്ത വന്നു? ദൈവത്തിന് സ്തോത്രം. ജനത്തെ എണ്ണാനുള്ള ചിന്ത വന്നു. 2 ദിനവൃത്താന്തം 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഏത് കളമാണ് തിരഞ്ഞെടുത്തതെന്ന് വായിച്ചേ. 3:1 മുതൽ ടക്കന വായിച്ചേ. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസിനായ ഒർന്നാന്റെ കളത്തിൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. കണ്ടോ? ആലയം പണിയാൻ അവിടെയാണ് തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഈ മനുഷ്യനോട് ദൈവം എന്തുകൊണ്ടാണ് അവിടെ ഒരു യാഗം വന്നെന്ന് ചോദിച്ചാൽ, അവിടുത്തെ യാഗത്തിൻ്റെ യഥാർത്ഥ സാരാംശം എന്തെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ദാവീദിന് ജനത്തെ എണ്ണണമെന്ന് ആഗ്രഹം തോന്നി. എന്നാൽ ദൈവത്തിന് ഹിതമല്ലായിരുന്നു. എന്നാൽ ആരെയും അംഗീകരിക്കാത്ത ദാവീദ് ജനത്തെ എണ്ണിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന് ഹിതമല്ലാത്ത ചെയ്തപ്പോൾ 3 പ്രതിസന്ധി ഇട്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ച് പറഞ്ഞു. അത് 3 പ്രതിസന്ധി ഇട്ടു. ഹല്ലേലൂയ. 3 പ്രതിസന്ധി ഇടുമ്പോൾ ദൈവം ചോദിച്ചു, ഇത് ഏതിൽ നിനക്ക് വേണം? പ്രവാചകനിലൂടെ ചോദിച്ചു. അപ്പം പറഞ്ഞു, വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത്. ഏതാ തിരഞ്ഞെടുത്തേ? ദൈവത്തിൻ്റെ കയ്യിൽ. 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം 12-ാം വാക്യം. ഡക്കന വായിച്ചേ. 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം 12-ാം വാക്യം. 2 ശമൂവേൽ 24:12. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു. 2 ശമൂവേൽ 24:18 കൂടെ വായിച്ചേ. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാറേയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ശത്രുവിനെ കണ്ടുകിട്ടിയാൽ. 2 ശമൂവേൽ 24 വായിച്ചേ. 2 ശമൂവേൽ 24:18 വായിച്ചേ. യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കാൻ പറഞ്ഞെടുത്ത് യഹോവയുടെ കൽപ്പന. 2 ശമൂവേൽ 24:18 വായിച്ചേ.
ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ചെന്ന് യെബൂസ്യനായ അർപ്പനയുടെ കളത്തിൽ യഹോവയ്ക്ക് യാഗപീഠം ഉണ്ടാക്കുക എന്ന് യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കാൻ പറഞ്ഞു. അടുത്ത് യഹോവയുടെ കൽപ്പന പ്രകാരം. ദാവീദ് അവിടേക്ക് പോയി. ശ്രദ്ധിച്ച് കേൾക്കണേ, ദൈവം ആലയം പണിയാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. വായിച്ചേ. ഭൃത്യന്മാരും തന്നെ അടുക്കൽ വരുന്നത് കണ്ടാൽ പുറപ്പെട്ടു ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ശ്രദ്ധിക്കണം. അതിന് തൊട്ടും ഒരു വരി കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സ്തോത്രം. അങ്ങനെ 3 കാര്യം ചോദിക്കുമ്പോൾ ദാവീദ് പറഞ്ഞു ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. അങ്ങനെ അവിടെ പ്രശ്നം തുടങ്ങി. എത്ര ആയിരം പേര് മരിച്ചു? 70,000 പേര്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, 70,000 പേര് തകർന്ന് തരിപ്പണമായി. അപ്പോൾ സ്തോത്രം, അവിടെ യാഗമർപ്പിക്കാൻ ദൈവം വിളിച്ചു പറഞ്ഞു യാഗമർപ്പിക്കാൻ. അങ്ങനെ യാഗമർപ്പിക്കാൻ ഈ ബാധ, ഇനിയും ആൾക്കാർ മരിച്ചു വീഴുന്നതിനേക്കാളും ദൈവത്തിന് യാഗമർപ്പിച്ചാൽ ഈ ബാധ നിൽക്കുമെന്ന് കേട്ടപ്പോൾ തിരഞ്ഞെടുക്കേണ്ട കളം ദൈവം പറഞ്ഞു കൊടുത്തു. ആ യാഗമർപ്പിക്കാൻ, ഈ ബാധ ഒഴിയാൻ വേണ്ടി ദൈവത്തിന് യാഗമർപ്പിക്കാൻ തിരഞ്ഞെടുത്ത കളമാണ് ഈ കളം. ഇവിടെയാണ് എന്ത് പണിതത്? യഹോവയ്ക്ക് ശലോമോൻ രാജാവ് ആലയം പണിയാൻ തിരഞ്ഞെടുത്തത്. അടുത്ത വരി ടക്കന വായിച്ചേ. അടുത്ത് അടുത്ത് ദാവീദിനോട് അടുത്ത് അടുത്ത വരി രാജാവ് അവന് അങ്ങനെയല്ല. നോക്കിയേ, നമുക്കൊക്കെ ഫ്രീ ആ കിട്ടുന്നില്ലേ സന്തോഷം? ആണോ അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞു, നമുക്കെപ്പോഴും എല്ലാം ഫ്രീ ആ കിട്ടുന്നതാണ്. എപ്പോഴും വാങ്ങാനല്ലേ നമുക്ക് സന്തോഷം, കൊടുക്കാൻ സന്തോഷമുണ്ടോ? നമുക്കെപ്പോഴും എന്തിനാണ് സന്തോഷം? പക്ഷെ ഇവിടെ ദാവീദ് ഇവിടെ ഒരു വരിയുണ്ട്, വില തരാത്ത ഒന്ന് എനിക്ക് ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധന വില കൊടുത്തുള്ള ആരാധനയാണ്. അത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ഒന്നുകൂടെ ആ വരി വായിച്ച് നിർത്താം. ചെലവില്ലാതെ ഹോമയാഗം, ചെലവില്ലാത്ത യാഗത്തിൽ ദൈവം എന്ത് ചെയ്യൂല? നമ്മൾ ചെലവ് ചെയ്താൽ പള്ളി വിടും. സ്തോത്രം. അങ്ങനെയല്ല ആരാധിക്കേണ്ടത്, ഇങ്ങനെയാണ് ആരാധിക്കേണ്ടത്. ദേഹം, ദേഹി, ആത്മാവ് കർത്താവ് ശുദ്ധീകരിക്കണം. അതിന് നമ്മളെ യാഗവസ്തുവായി യാഗപീഠത്തിൽ തീയിറങ്ങി കത്തണമെങ്കിൽ പൊളിഞ്ഞു കിടന്ന യാഗപീഠം ഏലിയാവ് എന്ത് ചെയ്തു? പുതുക്കി പണിതിട്ടാണ് അത്. അപ്പോഴാണ് തീയിറങ്ങി കത്തിയെന്ന് പറഞ്ഞ ജനത്തിന് വലിയൊരു താല്പര്യമൊന്നും ഇന്നത്തെ പാട്ടൊന്നും പോരായിരുന്നു. പറയുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ പാട്ട് കൈയടിച്ച് പാടത്തൊക്കെ പാട്ടൊന്നും അത്ര പോരായിരുന്നു. അതാ ഉറക്കം വന്നേ. ഇന്നത്തെ പ്രസംഗം അത്ര പോരായിരുന്നു. ഇന്നത്തെ പാട്ടെല്ലാം മോശപ്പെട്ട പാട്ടാ. അടിച്ച് പാടത്തൊക്കെ പാട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റൂ. ആ കീബോർഡൊന്നും ഇട്ടൊന്നും അത്ര ഒന്നും ആരാധിക്കാൻ പറ്റാത്ത കാര്യമൊന്നും എന്നെ യാഗമാക്കാനുള്ള മനസ്സ് എനിക്കില്ലാത്തതുകൊണ്ടാണ് ആരാധന വെളിപ്പെടാത്തത്. അല്ലാതെ കീബോർഡും റിതവും താളവും പാട്ടുമല്ല. അടിച്ച് പാടത്തൊക്കെ പാട്ട് വരാത്തതുകൊണ്ടല്ല ആരാധന വെളിപ്പെടാ. ആരാധന വെളിപ്പെടാത്തത് എന്നെ വിട്ടുകൊടുക്കാനും തകർക്കാനുമുള്ള മനസ്സ്. എനിക്ക് വിലയുണ്ടെന്ന് ദൈവത്തെ കളതിയുമായി കാണുന്നതിനെ ദൈവത്തിൻ്റെ മുമ്പിൽ യാഗമർപ്പിച്ചിട്ട് ദൈവമാണ് വലുതെന്ന് മുട്ടുമടക്കാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് വെളിപ്പെടുന്നില്ല? അല്ല പാട്ടിൻ്റെ കുഴപ്പമല്ല, വേറെ ഒന്നിൻ്റെ കുഴപ്പവും. ഇപ്പോൾ പിടികിട്ടിയല്ല നമ്മളെ കാര്യം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. കേട്ട വചനത്തെ ഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് ധൈര്യത്തോടെ പറ, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. അപ്പന് കൊടുക്കുന്ന ആരാധന എങ്ങനെയുള്ളത്? അപ്പനോട് മുമ്പിലുള്ള സ്തോത്രവും സ്തുതിയും ഉദാസീനതയാണോ? ഹാലലൂയ. യാഗമർപ്പിക്കുന്നത് എങ്ങനെ? വില കൊടുത്താണോ? വില കൊടുക്കുന്ന ആരാധന എങ്ങനെയാണ്? 2 പേർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒരുത്തൻ ദൈവത്തെ കണ്ടു പ്രാർത്ഥിച്ചു, മടങ്ങി വന്നപ്പോൾ അനുഗ്രഹത്തോടെ കുറവുകൾ ഉണർന്നു പ്രാർത്ഥിച്ചു. മറ്റവൻ്റെ ആരാധന എന്തോന്നായിരുന്നു?
ചെയ്തതെല്ലാം വിളിച്ചു പറഞ്ഞുള്ള ആരാധന. ഒരുത്തൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ തീ ഇറങ്ങി. തകർന്നു കിടന്നതിനെ പുതുക്കി പണിതു. ഹല്ലേലൂയ. വില പിടിപ്പുള്ള ഒരു ആരാധന. മുഴുവനും സമർപ്പിച്ചുള്ള ആരാധന. നീ പൈസ വാങ്ങാതെ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന ഒരു ആരാധന എനിക്ക് വേണ്ട. വിലയുള്ളത് അർപ്പിച്ചൊരാരാധന.